ക്ഷേത്രങ്ങൾ ആർ എസ് എസിന്റെ ഓഫീസല്ലല്ലോ. ആർ എസ് എസിന്റെ ഓഫീസല്ലല്ലോ ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ വിശ്വാസികളുടെ ഇടാണ്. ആർ എസ് എസിന് വിശ്വാസമായിട്ട് എന്താ ബന്ധം? ആർ എസ് എസ് വിശ്വാസിയുടെ കൂടെയാണ്. കേട്ടില്ലേ? ആദ്യം തന്നെ ആർ എസ് എസിന് അമ്പലമായിട്ടും വിശ്വാസികളായിട്ടും എന്താണ് ബന്ധമെന്ന് ഈ പൊട്ടൻ ചോദിക്കുന്നു. എന്നിട്ട് ഈ പൊട്ടൻ തന്നെ പറയുന്നു ആർ എസ് എസ് വിശ്വാസികളുടെ കൂടെയാണെന്ന് പറയുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ, അമ്പലങ്ങളിൽ ഗണഗീതം ഉത്സവങ്ങളിലൊന്നും പാടില്ല, അത് തടയുമെന്ന്. CPM-ന്റെ കുത്തവകാശമല്ലല്ലോ അമ്പലം എന്ന് പറയുന്നത്, ആണോ? ഗണഗീതം തടയാൻ പോയ വ്യക്തികൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമല്ലോ അല്ലേ? ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. നമ്മളെ പാലോട് ഇതുപോലെ ഗണഗീതം പാടാൻ വേണ്ടി പോയി. അപ്പം ഷാൻ എന്ന് പറയുന്ന അവൻ പോയി തടഞ്ഞു, ഒരു CPM പ്രവർത്തകൻ. ഈ ഷാൻ ആര്? അമ്പലമായിട്ട് എന്താ ബന്ധം? അവന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, അവന് നിസ്കരിക്കുക എന്നുള്ളതാണ്, അല്ലാതെ അമ്പലമായിട്ട് എന്താണ് ബന്ധം? അവൻ ചെന്നങ്ങ് കയറി പയ്യന്മാരെടുത്തിട്ട് പണിഞ്ഞിപ്പോൾ മെഡിക്കൽ കോളേജിലാണ്. അതുപോലെ താനും ഒന്ന് വിചാരിച്ചു, RSSനെ തടയാനൊന്നും വളർന്നിട്ടില്ല താനും തൻ്റെ ഭരണകക്ഷികളും. പിന്നെ CPM-ന്റെ കുത്തക അവകാശമോ CPM-ന് തോന്നിയാസം കാണിക്കേണ്ട സ്ഥലമല്ല അമ്പലങ്ങൾ. അമ്പലങ്ങളെയും വിശ്വാസികളെയും സംരക്ഷിക്കുക തന്നെ ചെയ്യും. അവിടെ ഗണഗീതം പാടും. താനൊന്ന് പോയി തടഞ്ഞു നോക്കടോ. കണ്ണൂരെന്ന് പറഞ്ഞ തൻ്റെയൊക്കെ കുത്തവകാശമായിട്ട് വെച്ചിരുന്ന സ്ഥലത്ത് ഇതെല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ? മെമ്പർമാരായില്ലേ പല സ്ഥലത്തും അല്ലേ? BJP ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ മാറ്റങ്ങൾ വന്നില്ലേ? പിന്നെ കണ്ണൂർ നിങ്ങളുടെ കുറച്ച് കൂട്ടുകാരും കുറച്ച് ആൾക്കാരും കൂടുതൽ ശക്തിയാണെന്ന് പറഞ്ഞ് അവിടെ തോന്നിയാസം കാണിക്കാം. അല്ലാതെ വന്ന് തടഞ്ഞു നോക്കടോ. തടഞ്ഞു നോക്ക് താൻ. ചുമ്മാ തിന്നണ വായ കൊണ്ട് എന്തെങ്കിലും ഉണാന്ന് വിളിച്ചു പറയാതെ. താനും തൻ്റെ പരിവാരങ്ങൾ ഒരു കോപ്പം ചെയ്യിൽ RSS ശാഖകളിലും പാടും, RSS ശാഖയും നടത്തും. അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ പിരിവെടുത്ത് കുറച്ച് ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് 1 മാസവും 2 മാസവും കൊണ്ട് കഠിന പ്രയത്നം ചെയ്ത് ഒരു അമ്പലത്തിൻ്റെ ഉത്സവം വിജയിപ്പിക്കുമ്പോൾ, അവിടെ പരിപാടികൾ വയ്ക്കുമ്പോൾ ഗണഗീതം പാടും. അവിടെ DYFIയും മറ്റേനെന്നും പറഞ്ഞാൽ ചൊറിയാൻ പോയാലേ നല്ല പയ്യന്മാരുണ്ട്, മിണ്ടാതിരിക്കണേന്ന് നോക്കണ്ട, ചുമ്മായിട്ട് മറ്റേ കുത്തിയാണ്ടല്ലോ. പിന്നെ താനൊക്കെ എന്ത് വിശ്വാസി? എവിടത്തെ വിശ്വാസി? ശബരിമലയിൽ പോയി തന്ത്രിയുടെ മുമ്പിൽ മുണ്ടും മറത്ത് കെട്ടി കയ്യും കെട്ടി നിന്ന് പുണ്യവെള്ളം കൊടുക്കുമ്പോൾ അതെടുത്ത് തുടയിൽ തേച്ചുകൊണ്ട് പോണതാണോ വിശ്വാസി? തന്നെയാടോ? താനൊക്കെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഒരു കുറിയിടടോ. ഞാനൊരു അമ്പലവിശ്വാസിയാ. അമ്പലവിശ്വാസി ആവുന്നവരെല്ലാം കുറിയിടണ്ട, പക്ഷെ താൻ കുറിയിടണം. അമ്പലവിശ്വാസിയാണെങ്കിൽ കുറിയിടണോടോ. കുറിക്ക് പ്രാധാന്യമുണ്ടോ? ഇട്ടിട്ട് പറ. അമ്പലത്തിൽ പോയി നല്ലതായിട്ടൊന്ന് തൊഴുതുന്നില്ലടോ. തൊഴുതു നിന്നിട്ട് പറയാടോ വിശ്വാസിയാണോ എന്ന്. പോറ്റിമാലൻ തരുന്ന പുണ്യവെള്ളത്തെ മാച്ച് മുഖം കഴുകിയിട്ട് പോണ മറ്റേ മക്കളാണ് താനൊക്കെ. അതെല്ലാവർക്കും അറിയാം. താനൊക്കെ ഇവിടെ കയറി ഇരുന്ന് മറ്റേ പത്രങ്ങളിലും മാധ്യമങ്ങളും മുമ്പേ ഇരുന്ന് തള്ളിയെന്നും പറഞ്ഞ് ഇവിടെ വിശ്വാസികൾക്കൊന്നും ഒരു കോപ്പില്ലടോ. സ്വർണ്ണ കള്ളന്മാരെ, അയ്യപ്പൻ്റെ സ്വർണങ്ങളും പല ക്ഷേത്രത്തിലും മോട്ടിച്ചും കട്ടുമുടിച്ചും വീട്ടിൽ കൊണ്ടുവന്ന് മറ്റേ മക്കൾക്ക് ഉണ്ടാക്കി തിരുവി തള്ളി കൊടുക്കണം താനൊക്കെടോ വിശ്വാസികൾ. ജനങ്ങൾക്കറിയാടോ തൻ്റെ പാർട്ടിക്കാർ എത്ര പേരടോ സ്വർണ്ണ കൊള്ള നടത്തി ജയിലിൽ കിടക്കുന്നു. RSSന് ഉണ്ടാക്കാൻ നാണമില്ലടോ. മൊത്തം RSS പിടിച്ചു കഴിഞ്ഞടോ. ഇനി കിടന്ന് കുരച്ചിട്ട് കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലും പോയി പൊട്ടിക്കര, നിന്റെ സങ്കടം തീർത്തുകളടാ. RSSന്റെ ഗണഗീതത്തിനെ തടയാൻ നിന്നാലേ തൻ്റെ പരിവാരങ്ങൾ കുറഞ്ഞുപോയി. RSSൽ 50 പേരും താനൊക്കെ 500 പേരും ഉണ്ടായിട്ട് RSSനെ ചിരയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയാണോ 5 കോടി പേരുള്ള സ്ഥലത്ത് 50 പേരുള്ള താനൊക്കെ വന്ന് RSSനെ ചിരയ്ക്കാൻ വരുന്നത്? ആയില്ല മോനെ.